ഇടുക്കി നമ്മളെ പുറത്താക്കല്ലേ വിജയലക്ഷ്മി. കാണുന്നില്ല, തല കാണുന്നില്ല. Salamio, go! കേരളത്തിൻ്റെ ആരോഗ്യ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ നിരത്താൻ പറ്റാതെ പ്രിയപ്പെട്ട അച്ഛന്മാർക്ക് ഉൾപ്പെടെയുള്ള യുഡിഎഫിൻ്റെ നേതാക്കളെ ഇന്ത്യയെല്ലാം പ്രിയങ്കരനായ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച ജനകീയനായ നേതാവ് ദിവസം പോവുകയാണ്. പരമക്കാരില്ലാത്ത മാതൃകാപരമായ തന്റെ നേതാവിനെ കാണാൻ വേണ്ടി റോഡിന്റെ ഇരുവശത്തും മനോഹരക്കണക്കിന് ജനങ്ങൾ, ആമാരം വിട്ടും ജനങ്ങൾ, കുട്ടികളെ, കുട്ടികളെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് 90-95 വയസ്സും പ്രായമുള്ള വൃദ്ധന്മാരും വൃദ്ധകളും തന്റെ നേതാവിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി, തന്റെ നേതാവിന് പുഷ്പാർച്ചന നടത്താൻ വേണ്ടി കാത്തിരുന്ന രംഗം നമ്മളെല്ലാവരും വീഡിയോയിലും ടി വിയിലൊക്കെ കണ്ടു കാണും. അതാണ് ഉമ്മൻചാണ്ടിയുടെ സാറിന്റെ മഹത്വം. അദ്ദേഹത്തിന് പുഷ്പാർച്ചന നടത്തുവാൻ വേണ്ടി 10,000-കണക്കിന് ആൾക്കാർ റോഡിന്റെ ഇരുഭാഗത്തും ബിൽഡിങ്ങിന്റെ മുകളിലും കയറി നിന്ന് അദ്ദേഹത്തെ പുഷ്പാർച്ചന നടത്താൻ വേണ്ടിയുള്ള ആ ഒരു രംഗം ഇന്നും നമ്മൾ ഓർക്കുകയാണ്. അദ്ദേഹം നാടിന് വേണ്ടി ചെയ്ത, നാട്ടുകാർക്ക് വേണ്ടി ചെയ്ത, സാധാരണക്കാരന്റെ ഹൃദയത്തിൽ ഇറങ്ങിച്ചെന്ന് സാധാരണക്കാരനെ മനസ്സിലാക്കിയ ഒരേ ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടി സാറിനെ
ഇന്ന് തുല്യമായി ഇന്ന് കേരളത്തിൽ ഇതിനു മുൻപ് ഒരു നേതാവ് ഉണ്ടായിട്ടുമില്ല, ഇനിയൊരു നേതാവ് ഉണ്ടാവാൻ പോകുന്നതുമില്ല. അത്രയും ആത്മാർത്ഥമായ സത്യസന്ധനായ ഒരു മഹാത്മാവായിരുന്നു ഉമ്മൻചാണ്ടി. ഇതിന് മുൻപ് കേരള യാത്ര, പിണറായി വിജയൻ ഒരു കേരള യാത്ര നടത്തിയായിരുന്നു. കേരള യാത്രയല്ലേ, കേരള യാത്ര നടത്തിയായിരുന്നു, നവകേരള യാത്ര നടത്തിയായിരുന്നു. പിണറായി വിജയൻ കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കിയിട്ട് ഒരു ആഡംബര മനുഷ്യനായിരുന്നു അദ്ദേഹം കേരള യാത്ര നടത്തിയിരുന്നത്. മന്ത്രിമാരെയും കൊണ്ട് ജനങ്ങളുടെ ദുഃഖവും സങ്കടങ്ങളും സന്തോഷവും അറിയാൻ വേണ്ടിയായിരുന്നു യാത്ര നടത്തിയത്. പക്ഷെ എന്താ സംഭവിച്ചത്? മന്ത്രിമാരെയും കൊണ്ട് ആർഭാട ബസ്സിൽ കയറി ഓരോ ഗ്രാമങ്ങളിൽ ചെന്ന് ഗ്രാമത്തിന്റെ പ്രഭുമാരെ കണ്ട് പണസംബന്ധമായ കാര്യങ്ങൾ സംസാരിച്ചാണ് പിണറായി വിജയൻ അവിടെ നിന്ന് പോയത്. പിണറായി വിജയൻ പോകുന്ന സമയത്ത് പോലീസ് ഡാമറികൾ, പോലീസിന്റെ ആഡംബരങ്ങൾ, ഗുണ്ടകളുടെ ആഡംബരങ്ങൾ, ഇതൊക്കെ കൊണ്ട് പിണറായി വിജയൻ നടത്തിയൊരു കേരള യാത്ര, നവകേരള യാത്ര എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അദ്ദേഹത്തിന്റെ ഭക്ഷണം 5 സ്റ്റാർ ഹോട്ടലിലായിരുന്നു. ആർഭാടമായ രീതിയിൽ ഭക്ഷണമായിരുന്നു അദ്ദേഹം കഴിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഇതേ കേരള നവയാത്ര നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് നടത്തിയിരുന്നു. സാധാരണക്കാരന്റെ കൂടെ ഒരു ആർഭാടവുമില്ലാതെ നമ്മുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാർ മരിച്ചിട്ട് ഇന്ന് 1 വർഷം കഴിയുകയാണ്. അദ്ദേഹത്തിന്റെ